ഹായ്, നെഹൂസ് പ്ലെറ്റി ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാന്റ്സിൻ്റെ സെയിലുമായിട്ടല്ല വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ തേനാണ് ഇന്ന് സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇത് നമ്മളുടെ പറമ്പിലൊക്കെ തേനിൻ്റെ പെട്ടി വെച്ചിട്ടുണ്ട്, തേനീച്ചയുടെ പെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് 10-14 കുപ്പിയോളമൊക്കെ ബാലൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് നമ്മുടെ അയൽവക്കത്തൊക്കെ കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം ഇത്തിരി കൂടെ കൂടുതലൊക്കെ ആയിട്ടുണ്ട്. കൂടുതൽ തേൻ പെട്ടികൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ സെയിലാണ്. പിന്നെ ഈ തേനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മൾ പുറത്ത് കൊടുത്ത് ഇത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ്. അതായത് വെള്ളം പറ്റിച്ചെടുക്കുന്നത്. നമ്മൾ വീട്ടിൽ ഇത്തിരി തേനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ചൊക്കെയാണ് വെള്ളം പറ്റിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് ഒത്തിരി ഉള്ളതുകൊണ്ട് നമ്മൾ പുറത്ത് കൊടുത്ത് ഒരു പ്രത്യേക മെഷീനറി വഴിയാണ് നമ്മളിതിൻ്റെ വെള്ളം പറ്റിച്ചെടുക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത്, പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് എത്ര വർഷം വേണേലും കേടുകൂടാതിരിക്കും. നിങ്ങൾക്ക് 10, 15, 20 വർഷം വേണേലും ഈ തേൻ ഒരു കേടുകൂടാതെ ഇരിക്കും. വെള്ളം പറ്റിച്ചെടുക്കാത്ത റോഹിണിയൊക്കെ ആണെങ്കിൽ അതിനകത്ത് പെട്ടെന്ന് പുളിച്ചൊക്കെ പോകും. ഇതിന് അങ്ങനെയൊന്നും വരത്തില്ല. ഇത് വൻതേനാണ്. 1 kg ഒരു കുപ്പിയാണത്. അപ്പം നമ്മൾ ഇതിനകത്ത് തേൻ വാങ്ങിക്കുമ്പോൾ തേൻ ശുദ്ധമാണോ എന്ന് അറിയാൻ എങ്ങനെയാണ് നോക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ചിലർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം. അറിയത്തില്ലാത്തവരൊക്കെ കണ്ടോളൂ. ഇതുപോലെ നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ 1 സ്പൂൺ തേൻ ഒഴിക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ആ തേനിനെ ഇങ്ങനെ കവർ ചെയ്യുന്ന പോലെ ഇത്തിരി വെള്ളം പാത്രത്തിന് മുഴുവനും ആയിട്ട് വരുന്ന പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കാനാണ്. അപ്പോൾ ആ തേനിനെ കവർ ചെയ്ത് വരുന്ന പോലെ വെള്ളം ഒഴിക്കണം. ഇതുകൊണ്ട് നല്ല തേനാണെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ കലരുകയില്ല. നമ്മൾ വെള്ളം ഒഴിച്ചാലും അത് അതിൽ ആ പോയിന്റിൽ തന്നെ നിൽക്കും. എന്നിട്ട് ഈ പാത്രം ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം. ഇങ്ങനെ വെള്ളം കൊണ്ടോ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൂസ് പോലെ. അപ്പം അതിനകത്ത് ആ തേനിനകത്ത് കണ്ടോ, തേനീച്ചകളുടെ അറകൾ പോലെ തന്നെ ഡിസൈൻ വരും ആ തേനിനകത്ത്. നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അതായത് കണ്ടോ, തേനീച്ചകളുടെ അറകൾ പോലെ തന്നെ അതിനകത്ത് വരുന്നുണ്ട്. കണ്ടോ, അതുകൊണ്ട് ചെറിയ അറകൾ പോലെ വരും. ഇങ്ങനെയാണ് നമ്മൾ തേനിൻ്റെ ശുദ്ധത നോക്കുന്നത്. ഇതുപോലെ വരുവാണെങ്കിൽ നല്ല ശുദ്ധമായ തേനായിരിക്കും. അല്ലാത്തത് ഇങ്ങനെ അറകൾ പോലെ വരികയില്ല, വെള്ളത്തിൽ കലരും ഇച്ചിരിച്ച് കലർന്നു പോകും. അതുകൊണ്ട് നമ്മളത് ചുറ്റിക്കാതിരിക്കുമ്പോഴത്തേനും അത് പഴയ പോലെ ആ സ്പോട്ടിൽ ഇങ്ങനെ അനങ്ങാതെ നിൽക്കും. ഇങ്ങനെയാണ് നമ്മൾ തേൻ ശുദ്ധമാണെന്ന് നോക്കുന്നത്. അത് എൻ്റെ അടുത്തൊന്നുമല്ല, നിങ്ങൾ എവിടുന്ന് തേൻ വാങ്ങിച്ചാലും അത് ഇങ്ങനെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലാണ് 1 kg 380 രൂപയാണ് ഇതിൻ്റെ വിലയെ, പ്ലസ് കൊറിയർ ചാർജും ഉണ്ട്. അപ്പം നല്ല ശുദ്ധമായ തേനാണ്. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ യാതൊരു മായവും ഇല്ലാത്ത നമ്മുടെ പറമ്പിലെ തേനീച്ചപ്പെട്ടിയിൽ നിന്നെടുത്ത തേനാണ്. അപ്പം എൻ്റെ കയ്യിൽ ഒത്തിരി ഒന്നും ഇരിപ്പില്ല, കുറച്ചേ ഉള്ളൂ. 10-14 കുപ്പിയൊക്കെ ഉണ്ട്. അപ്പം വേണ്ടവരൊക്കെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും ഇത്തിരി മരുന്നിനെടുക്കാനും പിന്നെ സൗന്ദര്യ സംരക്ഷണത്തിനും അങ്ങനെ ഒത്തിരി ആവശ്യങ്ങളുള്ള ഒരു സാധനമാണ് തേൻ. അപ്പം വേണ്ടവർ മെസ്സേജ് അയച്ചോളൂ.